ഹലോ എവരിവൺ, ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഓർത്തു അതൊരു റെസിപ്പി വീഡിയോ ആക്കി ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പം ലെറ്റ്സ് മേക്ക് മലബാർ ദം ബിരിയാണി. ആദ്യം ഞാൻ ചൂടായ പാനിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് ഈ ഉള്ളി ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇനി അടുത്തത് ഈ സ്പൈസസ് ഇടുന്നു. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച ഉള്ളി കുറച്ച് ഉപ്പിടും. ഇതൊന്ന് വഴണ്ട് വന്നപ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇതിനകത്ത് ആഡ് ചെയ്ത് ഇളക്കി. ഇതിങ്ങനെ വഴണ്ട് വന്നപ്പോൾ ഞാനൊരു 1.5 തക്കാളി അരിഞ്ഞ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അധികം നേരം ഇത് വഴട്ടണ്ട, ചിക്കൻ ഞാൻ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും കൂടി ഇട്ടിട്ട് ചിക്കൻ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടാവേ. എന്നിട്ട് അതിങ്ങനെ ഇളക്കി ഇതിന് വേവണം. നമുക്കിതിനകത്ത് മസാലകൾ ആഡ് ചെയ്യണം. മസാലയായിട്ട് ഞാൻ ഒരു സ്പൂൺ ഞാൻ പൊടിച്ച ഗരം മസാലയും പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച ഗരം മസാലയും പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് യോഗട്ടും കൂടി ആഡ് ചെയ്യണം ചിക്കനിൽ. ഇതിൻ്റെ ഗ്രീക്ക് യോഗട്ടാണ്. ഞാൻ ഒരു സ്പൂൺ. ചിക്കൻ അവിടെ വേകുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കഴുകി വാർത്ത് വയ്ക്കാം. 1 കപ്പ് ജീരകശാല അരി. ഇത് ഞാനൊരു 2-3 ദിവസം ഇനി ഉച്ചയ്ക്ക് ബിരിയാണി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് കൂടുതലുണ്ടാക്കും. അത് കഴുകാം. ഞാൻ അരി ഇങ്ങനെ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയ അരിപ്പയിൽ ഒഴിച്ച് വെച്ചു. റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് നെയ്യ്, അതിനകത്തോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കും. ഞാനിതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അരിഞ്ഞു വെച്ച ഈ സവോള കുറച്ച് വെച്ചു. അയ്യോ, ഞാനാണെങ്കിൽ ഒരു കാര്യം മറന്നുപോയി. ഈ സ്പൈസസ് ഒന്നും ഇട്ടില്ല. അതിപ്പോൾ ഇടാം. ഇനി നേരത്തെ ഇട്ടതിൻ്റെ ബാക്കിയുള്ള കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടി ചതച്ച് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചൂടുവെള്ളം, ഞാൻ 1 കപ്പ് റൈസ് എടുത്തത്, അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അരി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കും. കുറച്ച് ഉപ്പിടും. ചിക്കനിൽ നമുക്ക് കുറച്ച് മല്ലിയിലിടാം. പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്.